ശുദ്ധ മലയാളത്തിൽ ഭക്തിയും തത്വചിന്തയും കലർന്ന കൃതികൾ മലയാളത്തിന് സമർപ്പിച്ച കവിയാണ് പൂന്താനം. സത്യത്തിൽ അദ്ദേഹം എല്ലാം സമർപ്പിച്ചത് തന്റെ ഇഷ്ടദൈവമായ ഗുരുവായൂരപ്പനായിരുന്നു. ഭക്തനായ പൂന്താനത്തിന് കേരളത്തിന്റെ ഭക്തിപ്രസ്ഥാനത്തിൽ വലിയ പ്രസക്തിയുണ്ട്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയാണ് പൂന്താനത്തിന്റെ ജന്മദേശം. എങ്കിലും അദ്ദേഹത്തിന്റെ ഇഷ്ടഭൂമിക ഗുരുവായൂരായിരുന്നു. ക്ഷേത്രദർശനത്തിന് കാൽനടയായി ദൂരങ്ങൾ താണ്ടി അദ്ദേഹം ഗുരുവായൂരിൽ എത്തിയിരുന്നു. അചഞ്ചലമായ പൂന്താനത്തിന്റെ ഭക്തിയിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ കാവ്യങ്ങൾ ഉണ്ടായത്. പൂന്താനത്തിനും ഉണ്ടായിരുന്നു സന്തതിയില്ല എന്ന ദുഃഖം. പുരാണത്തിലെ പഴയ പ്രജാപതിയുടെ ദുഃഖവും അതുതന്നെയായിരുന്നുവല്ലോ. അല്പായുസെങ്കിലും അല്പകാലത്തേക്കായി എനിക്കൊരു ഉണ്ണിയെ തരൂ എന്ന ദുഃഖിതനായ പൂന്താനത്തിന്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു. പ്രാർത്ഥന പോലെ അകാല മൃത്യുവിനിരയായ ഒരു ഉണ്ണി പൂന്താനത്തിനുണ്ടായി എന്ന ഐതിഹ്യം. പൂന്താനം ആ ദുഃഖത്തെയും മറികടന്നത് ഗുരുവായൂരപ്പന്റെ ഭക്തിയിൽ ലയിച്ചുകൊണ്ടാണ്. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ജ്ഞാനപ്പാനയിൽ പൂന്താനത്തെ കൊണ്ട് എഴുതിക്കാൻ പോന്നതായിരുന്നു ആ ഭക്തി. നശ്വരമായ മനുഷ്യജീവിതത്തിന്റെ ആകെ അന്തസത്തയെയും ജ്ഞാനപ്പാനയിലേക്ക് സന്നിവേശിപ്പിക്കാൻ പൂന്താനത്തിന് സാധിച്ചത് അദ്ദേഹത്തിന്റെ കവിത്വം കൊണ്ടോ കാഴ്ചപ്പാട് കൊണ്ടോ മാത്രമല്ല, ഗുരുവായൂരപ്പനോടുള്ള ഭക്തി കൊണ്ടുകൂടിയാണ്. ആശ്രയിക്കുന്നവരെ ഭഗവാൻ കൈയൊഴിയില്ല എന്നതിന് ഉദാഹരണമായി പൂന്താനം കഥകളാണ് കുട്ടികളോട് മുത്തശ്ശിമാർ പറഞ്ഞുകൊടുത്തിരുന്നത്. കാൽനടയായി കാഠിന്യമേറിയ പാതകളിലൂടെ വേണമായിരുന്നു പണ്ടത്തെ യാത്രകൾ ഏറെയും. പാവം പൂന്താനം ഗുരുവായൂരപ്പനോടുള്ള ഭക്തി കൊണ്ട് ക്ഷീണം മറന്ന് ദൂരങ്ങളെ പിറകിലാക്കി അടിക്കടി ഗുരുവായൂരിലെത്തും. നാളുകളോളം ഭജനമിരിക്കും. ഒരു ദിവസം എന്തുണ്ടായെന്നോ? ഭഗവത് ദർശനത്തിനായുള്ള ആശ കൊണ്ട് രാത്രിയിൽ തന്നെ പൂന്താനം പുറപ്പെട്ടിറങ്ങി. പുലർച്ചെ തന്നെ ഗുരുവായൂരിലെത്തി ദർശനം നടത്തണമെന്നാണ് ഉദ്ദേശം. കണ്ണനെ കാണാനുള്ള ആശ അദ്ദേഹത്തിന്റെ നടപ്പിന് വേഗത നൽകി. എന്നാൽ യാത്രാമധ്യേ ഒരു വനപ്രദേശത്തെത്തിയപ്പോൾ ചില കള്ളന്മാർ അദ്ദേഹത്തിന്റെ വഴി തടഞ്ഞു. ഒറ്റയ്ക്കും തെറ്റയ്ക്കും വരുന്ന വഴിയാത്രകരെ കൊന്ന് അവരുടെ കൈവശമുള്ളതെല്ലാം കവരുന്ന ക്രൂരന്മാരായിരുന്നു ആ കള്ളന്മാർ. അന്നത്തെ അവരുടെ ഇര പൂന്താനവും. പൂന്താനമാകട്ടെ ദരിദ്രനായ ഒരു സാധു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്നത് ഒരു സ്വർണമോതിരം മാത്രമാണ്. അതാവട്ടെ ഗുരുവായൂരപ്പന് കാണിക്കയായി സമർപ്പിക്കാൻ ഉദ്ദേശിച്ചുകൂടിയായിരുന്നു ഇത്തവണ പൂന്താനത്തിന്റെ ഗുരുവായൂരിലേക്കുള്ള യാത്ര. ഭക്തനായ ആ പാവം ഭഗവാനെ അല്ലാതെ ആരെ ആശ്രയിക്കാനാണ് ഈ ഘട്ടത്തിൽ? ഗുരുവായൂരപ്പനെ മനമുരുകി പ്രാർത്ഥിച്ചു. അപ്പോഴൊരു കുതിരക്കുളമ്പടി അവിടേക്ക് അടുത്തടുത്ത് വരുന്ന ശബ്ദം ഏവരും കേട്ടു. നോക്കുമ്പോൾ അതാ വരുന്നു മങ്ങാട്ടച്ഛൻ, സാമൂതിരിയുടെ പ്രധാനമന്ത്രി. തികഞ്ഞ കളരി അഭ്യാസി കൂടിയായ അദ്ദേഹം കൊള്ളസംഘത്തെ അവിടെ നിന്ന് തുരത്തി ഓടിച്ചു. പൂന്താനത്തിന്റെ മനസ്സ് നിറഞ്ഞു. ഈ സമയത്ത് ഗുരുവായൂരപ്പൻ തന്നെയാണ് തന്റെ രക്ഷയ്ക്ക് മങ്ങാട്ടച്ഛനെ അവിടേക്ക് അയച്ചത് എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. തന്റെ ജീവൻ രക്ഷിച്ചതിന് എന്താണ് പകരം തരേണ്ടതെന്ന് അറിയാതെ ആശ്ചര്യത്തോടെ കൈകൂപ്പി നിൽക്കുന്ന പൂന്താനത്തോട് മങ്ങാട്ടച്ഛൻ അദ്ദേഹത്തിന്റെ കയ്യിലെ ആ മോതിരം ആവശ്യപ്പെട്ടു. മങ്ങാട്ടച്ഛനെ പോലെ അതീവ സമ്പന്നനായ ഒരു പ്രമാണിക്ക് എന്തിനാണ് തന്റെ ഈ ചെറിയ മോതിരം? ഗുരുവായൂരപ്പനെ സമർപ്പിക്കാമെന്ന് കരുതിയതാണ്. പക്ഷേ ഇതും ഭഗവാന്റെ എന്തെങ്കിലും നിശ്ചയമായിരിക്കുമെങ്കിലോ? അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മോതിരം മങ്ങാട്ടച്ഛന് നൽകി പൂന്താനം യാത്ര തുടർന്നു. അതികാലത്തെ ഗുരുവായൂരിൽ എത്തിച്ചേർന്നു. കുളിച്ചു ദേഹശുദ്ധി വരുത്തി ക്ഷേത്രദർശനം നടത്തി. കണ്ണിറയെ വാഗച്ചാർത്തണിഞ്ഞു നിൽക്കുന്ന ഭഗവാനെ കണ്ട് മതിമറന്നു നിന്നു പൂന്താനം. അപ്പോഴാണ് അവിടേക്ക് ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ തെല്ലു പരിഭ്രമത്തോടെ വരുന്നത്. അദ്ദേഹത്തിന്റെ കൈവശം പൂന്താനത്തിന്റെ മോതിരവും ഉണ്ടായിരുന്നു. അതിശയിച്ചു നിന്ന പൂന്താനത്തോട് ശാന്തിക്കാരൻ സംഭവിച്ച കാര്യം പറഞ്ഞു. നിർമാല്യത്തിന് തലേനാളത്തെ അലങ്കാരങ്ങൾ മാറ്റുമ്പോൾ ഭഗവാന്റെ തിരുവിരലിൽ ഈ മോതിരമുണ്ടായിരുന്നു. താൻ അണിയിക്കാത്ത ഈ മോതിരം. അത് നോക്കി നിൽക്കെ ഒരു അശരീരിയുമുണ്ടായി. പുലർച്ചെ നമ്മുടെ ഭക്തനായ പൂന്താനം ഇവിടെ എത്തും. അപ്പോൾ അദ്ദേഹത്തെ ഇത് ഏൽപ്പിച്ചുകൊള്ളുക.
തന്നെ രക്ഷിക്കാൻ ഗുരുവായൂരപ്പൻ മങ്ങാട്ടച്ഛനെ അയച്ചു എന്ന് കരുതിയിരുന്ന പൂന്താനത്തിന് സന്തോഷത്താൽ കണ്ണു നിറഞ്ഞു. മങ്ങാട്ടച്ഛനെ അയക്കുകയല്ല, മങ്ങാട്ടച്ഛനായി തന്റെ ഭഗവാൻ വന്ന് രക്ഷിക്കുകയാണ് ചെയ്തത് എന്നറിഞ്ഞ നിമിഷം അദ്ദേഹം അനുഭവിച്ച ആത്മനിർവൃതി എന്തുമാത്രമായിരിക്കും. തന്റെ കാണിക്കയും ആ സ്നേഹസ്വരൂപൻ സ്വീകരിച്ചിരിക്കുന്നു. ഇപ്പോഴിതാ അനുഗ്രഹത്തോടെ അത് മടക്കിത്തരികയും ചെയ്തിരിക്കുന്നു. ആപദ്ഘട്ടങ്ങളിൽ ഭക്തർക്ക് തുണയായി ഭഗവാൻ എപ്പോഴും കൂടെയുണ്ടാവുമെന്നത് ഓർമ്മിപ്പിക്കുന്നു പൂന്താനത്തിന്റെ ജീവിതത്തിൽ നിന്നെടുത്ത ഈ കഥ.